രോമാഞ്ചം, ആവേശം എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ ജിത്തു മാധവൻ രചന നിർവഹിക്കുന്ന ചിത്രമാണ് പൈങ്കിളി. സജിൻ ഗോപുവും അനശ്വര രാജനും പ്രധാന വേഷത്തിൽ എത്തുന്ന പൈങ്കിളി കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. ആവേശം, പൊന്മാൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം സജിൻ ഗോപു അഭിനയിക്കുന്ന ചിത്രമാണിത്. സജിൻ ഗോപു ആദ്യമായി നായക വേഷത്തിൽ എത്തുന്ന ചിത്രം കൂടിയാണിത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. നടൻ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആവേശം സിനിമയിലൂടെ ശ്രദ്ധേയനായ റോഷൻ ഷാൻവാസ് ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഒരുമിക്കുന്നുണ്ട്. ഫൺ എൻ്റർടൈൻമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പൈങ്കിളിയെ. വളരെ വ്യത്യസ്തമായ മേക്കിംഗ് തന്നെയാണ് പൈങ്കിളിയുടെ ഒരു ഹൈലൈറ്റ്. സിമ്പിളായ ഒരു കഥയെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് സംവിധായകൻ ഉയർത്തി എന്ന് വേണം പറയാൻ. സാധാരണമായൊരു ഗ്രാമവും അവിടുത്തെ തീർത്തും സാധാരണക്കാരായ കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് 2.25 മണിക്കൂറിലേറെ നേരെ രസിപ്പിക്കുകയും ആസ്വദിപ്പിക്കുകയും ചെയ്യുക എന്നതിൽ കവിഞ്ഞ ഒരു ലക്ഷ്യമൊന്നും പൈങ്കിളി എന്ന സിനിമയ്ക്കില്ല. പേരിൽ പൈങ്കിളി ഉണ്ടെങ്കിലും സിനിമ അത്രയ്ക്ക് പൈങ്കിളി അല്ല. വെറും സാധാരണക്കാരായ ഏതാനും പേരുടെ ജീവിതം അത്രയ്ക്കങ്ങ് പൈങ്കിളി ആയിരിക്കില്ലല്ലോ. ഇതിൽ വന്നു കഴിഞ്ഞാൽ സുഗു എന്ന് പറഞ്ഞാൽ സജിൻ ഗോപു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. ആ കുറിപ്പുകളിലൂടെ തന്നെ ആളൊരു പൈങ്കിളിയാണെന്ന് പ്രേക്ഷകർ മനസ്സിലാകും. വീട്ടുകാരും കൂട്ടുകാരുമൊക്കെ അടിച്ചു പൊളിച്ചു നടക്കുന്ന സുഗുവിൻ്റെ ജീവിതത്തിൽ കുറേയേറെ സംഭവങ്ങളാണ് പൈങ്കിളിയുടെ കഥ. ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും ഒക്കെ ചിത്രത്തിൽ ഒരുപാട് ചിരിക്കാനും ഉണ്ട് താനും. പലതവണയായി ലൈഫിൽ തിരിച്ചടി നേരിട്ടിട്ടുള്ള സുഗുവിൻ്റെ കഥയാണ് പൈങ്കിളി എന്ന് നമ്മൾ പറഞ്ഞു. സുഗു വേഴാമ്പൽ എന്ന തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ എന്നും പൈങ്കിളി വാക്കുകൾ പറഞ്ഞിരുന്ന സുഗു ഒരു നാൾ മുതൽ നോ ലവ് എന്ന് തീരുമാനിച്ച് നടക്കുകയാണ്. എന്നാൽ അയാളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഷീബ ബേബി എന്ന പെൺകുട്ടിയെ കാണുന്നതോടെ പിന്നെ എല്ലാം മാറിമറിയും. പിന്നെ മുഴുവൻ ബഹളമാണ്. കുഞ്ഞായിയും പാച്ചുവുമാണ് സുഗുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. സുഗുവിന് കവലയിൽ സ്റ്റിക്കർ കടയാണ്. അതിൻ്റെ ഒരു ആവശ്യത്തിന് പാച്ചനെയും കൂട്ടി കോയമ്പത്തൂർ പോകുന്നു. ആ യാത്രയിലുണ്ടാകുന്ന ചില അപ്രതീക്ഷിത സംഭവവികാസങ്ങൾ സുഗുവിൻ്റെ അന്നേ വരെയുള്ള ജീവിതം മാറ്റിമറിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി പിടിക്കുന്ന വള്ളിയിൽ നിന്നും സുഗു പിന്നീട് പിടിക്കുന്നത് തുടർച്ചയായ വള്ളികളാണ്. അഭിനേതാക്കളുടെ പെർഫോമൻസ് കൊണ്ടും സിറ്റുവേഷൻസ് കൊണ്ടുമൊക്കെ ആദ്യ പകുതിയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് രണ്ടാം പകുതി തന്നെയാണ്. രസച്ചരട് പൊട്ടാതെ ആദ്യ അവസാനം വരെ സിനിമ കൊണ്ടുപോകുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. സിനിമയുടെ പ്രധാന പോരായ്മയായി തോന്നുന്നത് ദുർബലമായ ഒരു തിരക്കഥ തന്നെയാണ്. കോമഡിയും പാട്ടും സൗഹൃദവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വ്യക്തതയില്ലായ്മ സിനിമ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ചിലയിടങ്ങളിൽ അത് നന്നായി അനുഭവപ്പെടുന്നുമുണ്ട്. രണ്ടാം പകുതിയിലേക്ക് നമ്മൾ വന്നാൽ മാത്രമേ സജിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ അതിൽ കാണാൻ കഴിയുന്നത്. സജിൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷനും ഒക്കെ നന്നായി വർക്കായിട്ടുണ്ട്. കോമഡി ആയാലും ഇമോഷൻ രംഗമായാലും ഒക്കെ സജിൻ ശരിക്കും ഞെട്ടിച്ചു എന്ന് നമുക്ക് പറയാം. തീർച്ചയായും അതിഗംഭീര വേഷങ്ങളിലൂടെ സജിനെ വീണ്ടും മലയാളികൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് അനശ്വര എന്ന് പറയുന്ന നടിയെക്കുറിച്ച്. അനശ്വര ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പൈങ്കിളിയിലേത് അത്ര പോരാ എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഷീബ ബേബി എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ അനശ്വര എത്തുന്നത്. എന്നാൽ ആ കഥാപാത്രത്തിന് ഒരു പൂർണ്ണത ഇല്ലാത്തതുപോലെയാണ് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുക. കിട്ടിയ റോൾ അനശ്വര വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സജിനുമായുള്ള അനശ്വരയുടെ കോമ്പിനേഷൻ രംഗങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അടുത്തത് പറയുകയാണെങ്കിൽ എത്ര കാലം നായകന്മാരെ ഇടിച്ചതാണ് മനുഷ്യ നിങ്ങൾ. എത്രയെത്ര കൊടും വില്ലന്മാരെയും പോലീസുകാരെയും അവതരിപ്പിച്ച് പ്രേക്ഷകനെ പേടിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ DYSPയും മിസ്റ്റർ ഇന്ത്യയുമൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ. എന്നിട്ടും തമാശയെ പറയുന്നില്ലെന്ന ഭാവത്തിൽ സുജിത് കുമാർ എന്ന അച്ഛനെ അവതരിപ്പിച്ച് വളരെ ഗൗരവത്തിൽ എത്രമാത്രം തമാശ രംഗങ്ങളിലൂടെയാണ് പ്രേക്ഷകനെ താങ്കൾ ചിരിപ്പിച്ചിരിക്കുന്നത്. ഇത് അബു സലീമിനെ കുറിച്ചാണ്. അബു സലീം ഇതിൽ ഒരു കോമഡി റോളായിട്ടാണ് വരുന്നത്. അബു സലീമിൻ്റെ സുജിത്ത് എന്ന അച്ഛൻ കഥാപാത്രമായി മികച്ചതായി തോന്നി. വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും ഒന്നും സുജിത്തിൻ്റെ വാക്കിന് അത്ര വില കൊടുക്കാറില്ല. പക്ഷെ ഒരു സാഹചര്യത്തിൽ അയാളുടെ വാക്കിന് മകൻ വില കൊടുക്കുമ്പോൾ ഒരു അച്ഛന് ഉണ്ടാകുന്ന സന്തോഷമൊക്കെ അബു സലീം നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ തങ്കു എന്ന അതിഥി വേഷവും ഗംഭീരമായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. കുറച്ചു സമയമേ ഉള്ളുവെങ്കിലും ആ കഥാപാത്രം പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കും.
ജിസ്മ വിമലും പെർഫോമൻസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിൻ വർഗീസിൻ്റെ സംഗീതം അത്ര മികച്ചതായിട്ട് നമുക്കൊരു അനുഭവപ്പെടാൻ സാധ്യതയില്ല. കുറേയേറെ പാട്ടുകളും ചിത്രത്തിൽ വന്നു പോകുന്നുണ്ട്. പശ്ചാത്തല സംഗീതത്തിൻ്റെ അതിപ്രസരം കാരണം ചിലയിടങ്ങളിൽ കഥാപാത്രങ്ങളുടെ ഡയലോഗ് മനസ്സിലാക്കാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണവും നന്നായിട്ടുണ്ട്. അർജുൻ സേതുവാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ആർട്ട് വർക്കും എടുത്തു പറയേണ്ടതാണ്. ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിൻ്റെയും അർബൻ ആനിമലിൻ്റെയും ബാനർ ഫഹദ് ഫാസിൽ, ജിത്തു മാധവൻ എന്നിവർ ചേർന്നാണ് പൈങ്കിളി നിർമ്മിച്ചിരിക്കുന്നത്.